JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൗമാരകാലത്തിന്റെ പ്രധാന സവിശേഷത ഏതാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൗമാരകാലത്തിന്റെ പ്രധാന സവിശേഷത ഏതാണ്? ഈ താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. എന്താണ്? വേഗത്തിലുള്ള ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ. അതാണ് കൗമാരകാലത്തിന്റെ പ്രധാന സവിശേഷത. കൗമാരകാലം ശാരീരികം, മാനസികം, വികാരാത്മകം, സാമൂഹികം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും വേഗത്തിലുള്ള മാറ്റങ്ങൾ കാണുന്ന ഘട്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ പിയാജെ, ഓപ്ഷൻ ബി സ്കിന്നർ, ഓപ്ഷൻ സി എറിക്സൺ, ഓപ്ഷൻ ഡി ഫ്രോയിഡ്. ഏതാണ് ശരി ഉത്തരം? ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണല്ലേ, എറിക്സൺ. എറിക്സൺ എന്ന് പറയുന്നത് പോലെ കൗമാരത്തിൽ വ്യക്തി തൻ്റെ വ്യക്തിത്വവും സാമൂഹിക സ്ഥാനവും കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? എറിക്സൺ. അടുത്ത ക്വസ്റ്റ്യൻ. കൗമാരത്തില് കൂട്ടുകാരുടെ സ്വാധീനം കൂടുതലാകാൻ കാരണം എന്ത്? 4 ഓപ്ഷൻസ് താഴെ ഉണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? കൗമാരത്തില് കൂട്ടുകാരുടെ സ്വാധീനം കൂടുതലാകാൻ കാരണം എന്താണ്? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻ്റെ അകത്ത് ഓപ്ഷൻ ബി ആണല്ലേ, സ്വാതന്ത്ര്യബോധം വർദ്ധിക്കുന്നു. സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള ആഗ്രഹം കൂടുന്നതിനാൽ കൗമാരക്കാർ കൂട്ടുകാരെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. കൗമാരത്തില് കൂട്ടുകാരുടെ സ്വാധീനം കൂടുതലാകാനുള്ള കാരണം എന്താണ്? സ്വാതന്ത്ര്യബോധം വർദ്ധിക്കുന്നു, അതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കൗമാരത്തിലെ വികാരപരമായ അസ്ഥിരതയെ എന്താണ് വിളിക്കുന്നത്? കൗമാരത്തിലെ വികാരപരമായ അസ്ഥിരതയെ എന്താണ് വിളിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഇമോഷണൽ സ്റ്റോം ആൻഡ് സ്ട്രെസ്. ഇമോഷണൽ സ്റ്റോം ആൻഡ് സ്ട്രെസ്, അതായത് കൗമാരകാലത്തെ വികാരത്തിലെ ഉയർച്ച താഴ്ചകളെ സ്റ്റോം ആൻഡ് സ്ട്രെസ് ഘട്ടം എന്ന് വിളിക്കുന്നു. ഓർത്തിരിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കൗമാരത്തില് ധാർമ്മിക ചിന്തയുടെ വളർച്ചയെ വിശദീകരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? കൗമാരത്തില് ധാർമ്മിക ചിന്തയുടെ വളർച്ചയെ വിശദീകരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ കോൾബർഗ്, ഓപ്ഷൻ ബി വാട്സൺ, ഓപ്ഷൻ സി പാവ്ലോവ്, ഓപ്ഷൻ ഡി സ്കിന്നർ. ഏതാണ് ശരി ഉത്തരം? കൗമാരത്തില് ധാർമ്മിക ചിന്തയുടെ വളർച്ചയെ വിശദീകരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ആണല്ലേ, കോൾബർഗ്. കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറി പ്രകാരം കൗമാരത്തില് നൈതിക ചിന്ത വളരുന്നു. കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറി പ്രകാരം കൗമാരത്തില് നൈതിക ചിന്ത വളരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. പഠനത്തിൽ അഭിരുചി വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം ഏതാണ്? ഓപ്ഷൻ എ ശിക്ഷ, ഓപ്ഷൻ ബി ആവർത്തനം മാത്രം, ഓപ്ഷൻ സി പ്രേരണ, ഓപ്ഷൻ ഡി പരീക്ഷ. ഏതാണ് പഠനത്തിൽ അഭിരുചി വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം? ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, പ്രേരണ, മോട്ടിവേഷൻ ആണല്ലേ. പ്രേരണയാണ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ആണ് പഠനത്തില് താല്പര്യവും അഭിരുചിയും സൃഷ്ടിക്കുന്ന പ്രധാന ഘടകം. അടുത്ത ക്വസ്റ്റ്യൻ. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന ആശയം മുന്നോട്ട് വച്ചത് ആരാണ്? ഓപ്ഷൻ എ ഫ്രോയിഡ്, ഓപ്ഷൻ ബി ജോൺ ഡ്യൂവി, ഓപ്ഷൻ സി പിയാജെ, ഓപ്ഷൻ ഡി സ്കിന്നർ. ആരാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്? ആരാണ്? കണ്ടുപിടിച്ചോ? ആരാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ജോൺ ഡ്യൂവി ആണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന ആശയം മുന്നോട്ട് വച്ചത്. അതായത് ജോൺ ഡ്യൂവി അനുഭാവാധിഷ്ഠിത പഠനമാണ് അഭിരുചി വർദ്ധിപ്പിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോൾ എന്താണ് ജോൺ ഡ്യൂവി അഭിപ്രായപ്പെട്ടത്? അനുഭവാധിഷ്ഠിത പഠനമാണ് അഭിരുചി വർദ്ധിപ്പിക്കുന്നതെന്ന് ജോൺ ഡ്യൂവി അഭിപ്രായപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ. പിയാജെയുടെ സിദ്ധാന്ത പ്രകാരം
കൗമാരക്കാർ ഏത് ചിന്താസ്തരത്തിലാണ്? പിയാജെയുടെ സിദ്ധാന്തപ്രകാരം കൗമാരക്കാർ ഏത് ചിന്താസ്തരത്തിലാണ്? ഓപ്ഷൻ എ സെൻസറി മോട്ടോർ, ഓപ്ഷൻ ബി പ്രീ ഓപ്പറേഷണൽ, ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഓപ്ഷൻ ഡി ഫോർമൽ ഓപ്പറേഷണൽ. ഏതാണ് ശരി ഉത്തരം? പിയാജെയുടെ സിദ്ധാന്തപ്രകാരം കൗമാരക്കാർ ഏത് ചിന്താസ്തരത്തിലാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഫോർമൽ ഓപ്പറേഷണൽ. അതായത് ഈ ഫോർമൽ ഓപ്പറേഷൻ ഘട്ടത്തില് ആബ്സ്ട്രാക്ട് ചിന്തയും തർക്കശേഷിയും വികസിക്കുന്നു. ഓർത്തിരിക്കണം, ഫോർമൽ ഓപ്പറേഷൻ ഘട്ടത്തില് അബ്സ്ട്രാക്ട് ചിന്തയും തർക്കശേഷിയും വികസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്കിന്നറുടെ സിദ്ധാന്തത്തില് അഭിരുചി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? സ്കിന്നറുടെ സിദ്ധാന്തത്തിൽ അഭിരുചി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ഓപ്ഷൻ എ ശിക്ഷ, ഓപ്ഷൻ ബി പാരമ്പര്യം, ഓപ്ഷൻ സി ശാക്തീകരണം, ഓപ്ഷൻ ഡി അനുകരണം. ഏതാണ് സ്കിന്നറുടെ സിദ്ധാന്തത്തിൽ അഭിരുചി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ശാക്തീകരണം. അതായത് റീഇൻഫോഴ്സ്മെന്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നൽകുമ്പോൾ പഠനത്തിൽ അത് താല്പര്യം വർദ്ധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പഠനത്തിൽ അധ്യാപകന്റെ പങ്ക് എന്തായിരിക്കണം? പഠനത്തില് അധ്യാപകന്റെ പങ്ക് എന്തായിരിക്കണം? ഓപ്ഷൻ എ നിയന്ത്രകൻ, ഓപ്ഷൻ ബി അറിവിന്റെ ഏക ഉറവിടം, ഓപ്ഷൻ സി മാർഗനിർദ്ദേശകൻ, ഓപ്ഷൻ ഡി നിരീക്ഷകൻ മാത്രം. ഏതാണ് പഠനത്തിൽ അധ്യാപകന്റെ പങ്ക് എന്തായിരിക്കണം? ആർക്കെങ്കിലും അറിയാവോ എന്തായിരിക്കണം? ഓപ്ഷൻ സി ആണല്ലേ, മാർഗനിർദ്ദേശകൻ, ഫെസിലിറ്റേറ്റർ. അതാണ് ഒരു അധ്യാപകന്റെ പഠനത്തിലെ പങ്ക്. ആധുനിക അധ്യാപന സിദ്ധാന്തങ്ങൾ അധ്യാപകനെ ഒരു മാർഗനിർദ്ദേശകനായി കാണുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അഭിരുചി അടിസ്ഥാനമാക്കിയുള്ള പഠനം ഏത് വിദ്യാഭ്യാസ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഭിരുചി അടിസ്ഥാനമാക്കിയുള്ള പഠനം ഏത് വിദ്യാഭ്യാസ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ടീച്ചർ സെന്റേർഡ്, ഓപ്ഷൻ ബി ചൈൽഡ് സെന്റേർഡ്, ഓപ്ഷൻ സി എക്സാം സെന്റേർഡ്, ഓപ്ഷൻ ഡി കണ്ടന്റ് സെന്റേർഡ്. അഭിരുചി അടിസ്ഥാനമാക്കിയുള്ള പഠനം ഏത് വിദ്യാഭ്യാസ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിദ്യാഭ്യാസ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണല്ലേ, ചൈൽഡ് സെന്റേർഡ്. അതായത് കുട്ടിയുടെ താല്പര്യവും കഴിവും പരിഗണിക്കുന്നതാണ് ചൈൽഡ് സെന്റേർഡ് വിദ്യാഭ്യാസം. അത് ഓർത്തിരിക്കണം, കുട്ടിയുടെ താല്പര്യവും കഴിവും ഒക്കെ പരിഗണിക്കുന്നതാണ് ഈ ചൈൽഡ് സെന്റേർഡ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അഭിരുചി അടിസ്ഥാനമാക്കിയുള്ള പഠനം എന്താണ്? ചൈൽഡ് സെന്റേർഡ് വിദ്യാഭ്യാസ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പഠനത്തിൽ അഭിരുചി കുറയാൻ കാരണമാകുന്നത് ഏത്? പഠനത്തിൽ അഭിരുചി കുറയാൻ കാരണമാകുന്നത് ഏത്? ഓപ്ഷൻ എ പ്രവർത്തനാധിഷ്ഠിത പഠനം, ഓപ്ഷൻ ബി ജീവിതവുമായി ബന്ധമുള്ള ഉള്ളടക്കം, ഓപ്ഷൻ സി ഏകതാനമായ അധ്യാപന രീതി, ഓപ്ഷൻ ഡി പ്രോത്സാഹനം. ഏതാണ് പഠനത്തിൽ അഭിരുചി കുറയാൻ കാരണമാകുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഏകതാനമായ അധ്യാപന രീതിയാണ് പഠനത്തിൽ അഭിരുചി കുറയാൻ കാരണം. ഏകതാനമായ അധ്യാപന രീതി, അതായത് ഒരേ രീതിയിലുള്ള ക്ലാസ്സുകൾ കുട്ടികളിൽ ബോറടിപ്പുണ്ടാകും. അത് ആർക്കാണെങ്കിലും ബോറടിപ്പുണ്ടാകും. അതപ്പോൾ ഓരോ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ അത് ബോറടിയൊന്നും ഉണ്ടാകാതെ പഠനത്തിലുള്ള താല്പര്യങ്ങളൊക്കെ വർദ്ധിക്കും. അപ്പോൾ പഠനത്തിൽ അഭിരുചി കുറയാൻ കാരണമാകുന്ന ഏതാണ്? ഏകതാനമായ അധ്യാപന രീതി. അതായത് ഒരേ രീതിയിലുള്ള ക്ലാസ്സുകൾ കുട്ടികളിൽ ബോറടിപ്പ് ഉണ്ടാക്കും. അടുത്ത ക്വസ്റ്റ്യൻ, കൗമാരത്തിൽ തൊഴിൽ അഭിരുചി രൂപപ്പെടുന്നതിന് പ്രധാന ഘടകം ഏതാണ്? കൗമാരത്തില് തൊഴിൽ അഭിരുചി രൂപപ്പെടുന്നതിന് പ്രധാന ഘടകം ഏതാണ്? ഓപ്ഷൻ എ കളി, ഓപ്ഷൻ ബി പാരമ്പര്യം, ഓപ്ഷൻ സി കഴിവുകളും താല്പര്യങ്ങളും, ഓപ്ഷൻ ഡി ശിക്ഷ. ഏതാണ് കൗമാരത്തിൽ തൊഴിൽ അഭിരുചി രൂപപ്പെടുന്നതിന് പ്രധാന ഘടകം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കഴിവുകളും താല്പര്യങ്ങളും. അതായത് വ്യക്തിയുടെ കഴിവുകളും അഭിരുചികളും ചേർന്നാണ് തൊഴിലാഗ്രഹങ്ങൾ രൂപപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പഠനത്തിൽ ആന്തരിക പ്രേരണ അതായത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാകുന്നത് എപ്പോൾ? പഠനത്തിൽ ആന്തരിക പ്രേരണ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ മാർക്ക് കിട്ടാൻ പഠിക്കുമ്പോൾ, ഓപ്ഷൻ ബി ശിക്ഷ ഭയന്ന് പഠിക്കുമ്പോൾ, ഓപ്ഷൻ സി വിഷയത്തിൽ സ്വാഭാവിക താല്പര്യം ഉണ്ടാകുമ്പോൾ, ഓപ്ഷൻ ഡി സമ്മാനം കിട്ടാൻ പഠിക്കുമ്പോൾ. ഏതാണ് പഠനത്തിൽ ആന്തരിക പ്രേരണ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ സി ആണല്ലേ, വിഷയത്തിൽ സ്വാഭാവിക താല്പര്യം ഉണ്ടാകുമ്പോൾ. പഠനത്തിലേക്കുള്ള സ്വാഭാവിക ആകർഷണമാണ് ആന്തരിക പ്രേരണ, അതായത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, അഭിരുചി വികസനത്തിന്
ഏറ്റവും ഫലപ്രദമായ പഠന രീതി ഏത്? അഭിരുചി വികസനത്തിന് ഏറ്റവും ഫലപ്രദമായ പഠന രീതി ഏത്? ഓപ്ഷൻ എ ലെക്ചർ എ മാത്രം, ഓപ്ഷൻ ബി ചോദ്യോത്തര രീതി, ഓപ്ഷൻ സി പ്രവർത്തനാധിഷ്ഠിത പഠനം, ഓപ്ഷൻ ഡി ഓർമ്മ പാഠം. ഏതാണ് അഭിരുചി വികസനത്തിന് ഏറ്റവും ഫലപ്രദമായ പഠന രീതി? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, പ്രവർത്തനാധിഷ്ഠിത പഠനം. അതായത് പ്രവർത്തനങ്ങളിലൂടെ പഠിക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ ആസ്വദിക്കുകയും പഠനം സ്ഥിരത നേടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.